ഹലോ, എവിടെ നോക്കിയാലും ഇപ്പോൾ ഒരു സ്റ്റിക്കർ മയാണല്ലേ. യൂട്യൂബ് തുറന്നാൽ ഫുൾ സ്റ്റിക്കേഴ്സ്. എന്നാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് ഞാൻ കുറച്ച് റെക്റ്റാങ്കിൾ ഷേപ്പിലെ വൈറ്റ് പേപ്പേഴ്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് എന്താണോ സ്റ്റിക്കർ വേണ്ടത് അതിൻ്റെ പടം നമ്മൾ വരച്ചു കൊടുക്കണം. എനിക്ക് പിന്നെ പണ്ടേ വരയ്ക്കാൻ ഭയങ്കര കഴിവായതുകൊണ്ട് തന്നെ കുറേ വട്ടം തുടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പെൻസിൽ വെച്ചാണ് വരച്ചത്. പിന്നെ നമുക്ക് കളേഴ്സ് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കണം എന്നില്ല. നമുക്ക് ഫോണിനകത്ത് വെച്ചിട്ട് അത് കോപ്പി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഒരു പൂച്ചക്കുട്ടീനെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കളേഴ്സൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ബ്ലാക്ക് കളറിലെ ഔട്ട്ലൈൻ വരയ്ക്കാം. ആ ബ്ലാക്ക് കളറിലെ ഔട്ട്ലൈനാണ് അതിൻ്റെ ആ ഭംഗി മൊത്തം കൊടുക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചതൊരു പൂച്ച വരയ്ക്കാനാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് പൂച്ചയായിട്ട്? ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ വൈറ്റ് പോർഷൻ ഒന്ന് കുറച്ച് വിട്ടിട്ട് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. എന്നാലേ അതിൻ്റെ ഒരു ഭംഗി അതിന് കിട്ടുള്ളൂ. ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടേപ്പ് ഒട്ടിക്കാം. സോ എൻ്റെ മുകളിൽ കൂടെ ഞാൻ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ടേപ്പും കട്ട് ചെയ്തെടുക്കണം. പക്ഷേ ശ്രദ്ധിക്കണം, ടേപ്പ് കട്ട് ചെയ്യുമ്പം അതിൻ്റെ അരികിൽ കൂടെ കട്ട് ചെയ്യാതെ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്കത് എവിടെയെങ്കിലും ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് 4 സൈഡും കട്ട് ചെയ്ത് മുറിക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിലേക്കോ അല്ലെങ്കിൽ നമുക്ക് പഴയ നെയിം സ്ലിപ്പിൻ്റെ ഒക്കെ ഒട്ടിക്കുന്ന ആ ഒരു പേപ്പർ കാണില്ലേ, ആ പേപ്പറിനകത്തേക്കോ ഒക്കെ ഒട്ടിച്ച് വെക്കാം. പിന്നീട് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഏതെങ്കിലും ബുക്കിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റിക്കർ നോക്കിയാലോ. അടുത്തായിട്ട് ഞാൻ വരയ്ക്കാൻ പോകുന്നൊരു സീ ഹോഴ്സിനെയാണ്. സംഭവം ഒന്നുമില്ലെന്നേ, സെയിം പ്രൊസീജിയർ. നമ്മൾ എങ്ങനെയാണോ പൂച്ചക്കുട്ടീനെ വരച്ചത് അതേപോലെ തന്നെ സീ ഹോഴ്സിനെ വരയ്ക്കാം. പണ്ടൊക്കെ ഞാൻ ഈ ഓട്ടോഗ്രാഫിനകത്തൊക്കെ ഈ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് അന്ന് ഈ ബുദ്ധി തോന്നിയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കായിരുന്നു അല്ലേ. നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന സ്റ്റിക്കേഴ്സിൻ്റെ അത്രയും വരില്ലല്ലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ അടുത്തൊന്ന് ബഡായി പറയുകയും ചെയ്യാം, ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതാണെന്ന്. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് പഠിക്കുന്നതെന്നൊന്ന് പറയണേ എന്നോട് കമൻസിലൂടെ. നിങ്ങൾ 10ലൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ 10ഓ +2 ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോഗ്രാഫിനകത്തൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കേഴ്സ് ആയില്ലേ ഇത്. കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ കുറേ കൂട്ടുകാർ എന്നോട് ഹായ് പറയണമെന്ന് പറഞ്ഞായിരുന്നു. അഫ്സാന, റസ്വ, ജോഹൻ, സുലാഫത്ത്, ആയിമ, ഐന, അനന്യ, ഹാദിയ, ജിസ, സെലിൻ, ഐഷ്ന, മിനാൽ, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട്. അടുത്തായിട്ട് ഇനി എന്തിനാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എനിക്ക് തോന്നിയ ഒരു പടം ഞാൻ വരയ്ക്കുകയാണ്. എങ്ങനെ വരുമെന്ന് നോക്കാമല്ലോ. സംഭവം സെറ്റാവും. പഴയ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു പടം വരയ്ക്കാം. എന്നിട്ട് അതിനകത്തിൽ കളേഴ്സ് അടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റിക്കേഴ്സാണ് ഇഷ്ടം ഒന്ന് പറയാമോ കമൻറ്റിലൂടെ. പിന്നെ ഇനി ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഇടണമെന്ന് പറയണേ. പിന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയയും കൂടെ ഒക്കെ പറയുന്നേ. ഐഡിയാസൊക്കെ കൊള്ളാമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കല്ലേ, നമുക്ക് ഓരോന്നോരോന്നായി ചെയ്ത് നോക്കാനേ. ഇനി നമുക്കത് കുറച്ചുകൂടെ ക്യൂട്ട്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറിൽ ഇങ്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ബോർഡേഴ്സൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ശരിക്കും ആ ബോർഡേഴ്സ് വരയ്ക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടെ ഭംഗി കൂടുന്നത്. ഇനി നമുക്കിത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് പഴയ പോലെ തന്നെ ഒട്ടിക്കാം. എങ്ങനെയുണ്ട്, കൊള്ളാമോ സ്റ്റിക്കേഴ്സൊക്കെ?